ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. റോമൻസ് ചാപ്റ്റർ 6 വേഴ്സസ് 19-23. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അതിൻ്റെ അവസാനം മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പോസ്തലനായ പൗലോസ് തന്റെ റോമയിലുള്ള തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതിയതാണ് ഈ ലേഖനം. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്ത്യാനികളെയും ദൈവസഭയെയും ഉപദ്രവിച്ച് ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ പൗലോസ് ദമസ്കസിൽ ദൈവശബ്ദം കേട്ട് അവൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിനു വേണ്ടി നിലകൊണ്ട് പൗലോസ് 14 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ന്യായപ്രമാണത്താൽ കഴിയാത്തതിനെ സാധിപ്പിപ്പാൻ യഹോവയായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പാപത്താൽ മരിച്ചവരായിരുന്ന മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. തന്റെ വിലയേറിയ രക്തത്താൽ മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് നിത്യജീവനെ നൽകി. 32-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മരച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ പൗലോസ് പറയുന്നത്, ദൈവത്തെ അറിയാതെ പാപത്തിൽ ജീവിച്ചപ്പോൾ നമ്മൾ ജഡത്തിനനുസരണമായി ജീവിച്ചു. എന്നാൽ നമ്മുടെ ജഡത്തെ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടപ്പോൾ നമ്മുടെ പാപ സ്വഭാവം നമ്മളിൽ നിന്നും മാറി ആത്മസ്വഭാവം ഉള്ളവരായി തീർന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പിന്നെ നമ്മളിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്നു. ജഡത്തെ മരിപ്പിച്ച് ആത്മാവിൽ ജീവിച്ച്. ജഡത്തിന്റെ ചിന്ത ആത്മാവിന്റെ ചിന്തയ്ക്ക് വിപരീതമാകുന്നു. ജഡത്തിന്റെ ചിന്ത മരണവും ആത്മാവിന്റെ ചിന്തയോ നിത്യജീവനും സമാധാനവും തന്നെ. ദൈവാത്മാവ് നടത്തുന്നവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു. നമ്മൾ പാപത്തിന്റെ അടിമകളായി ജീവിക്കാതെ നിത്യജീവന്റെ അവകാശികളായി വിശുദ്ധിയോടെ കർത്താവിന് വേണ്ടി ജീവിക്കണം. ഈ നോമ്പ് കാലത്ത് നമ്മൾ ആഹാരത്തെ മാത്രം വെടിഞ്ഞുകൊണ്ട് ആകാതെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടുന്ന സമയമാകുന്നു. നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഒരു പുതുക്കത്തോടെ ജീവിപ്പാൻ ഈ വർഷത്തെ നോമ്പ് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.